വി.എസ്. അച്യുതാനന്ദനും സീതാറാം യെച്ചൂരിയും തമ്മിലുള്ള നിലപാടുകളുടെ ചേർച്ചയ്ക്കും സൗഹൃദത്തിനും 3.5 പതിറ്റാണ്ടിന്റെ വീര്യമുണ്ട്. എന്നും വി.എസിനൊപ്പം നിന്നതിന്റെ പേരിൽ കേരള പാർട്ടിയുടെ അനിഷ്ടം നേരിട്ട നേതാവ് മാത്രമല്ല സീതാറാം. വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ SRPക്ക് പകരം സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തുന്നതിൽ വി.എസിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത കൂടിയുണ്ട്. അധികം പരസ്യമായിട്ടില്ലാത്ത ആ നീക്കം ഇങ്ങനെയായിരുന്നു. കാരാട്ടിന് പിൻഗാമിയായി SRPയാണ് കേരള ഘടകവും കാരാട്ട് പക്ഷവും മുന്നോട്ട് വെച്ചത്. പലതവണ ചർച്ച നടന്നെങ്കിലും തീരുമാനമായില്ല. തീരുമാനം മറിച്ചാണെങ്കിൽ പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന നിർദ്ദേശം സീതാറാമിന് മുന്നിൽ വെച്ചത് വി.എസ്. ആണ്. പാർട്ടി കോൺഗ്രസിൽ മത്സരമോ എന്ന് സന്ദേഹിച്ച സീതാറാമിനോട് കോൺഗ്രസിൽ താൻ പേര് നിർദ്ദേശിക്കും, പ്രതിനിധികൾ തീരുമാനിക്കട്ടെ എന്ന് ധൈര്യം കൊടുത്തതും വി.എസ്. ആണ്. ഈ നീക്കത്തിന്റെ കൂടി ഫലമായിരുന്നു സീതാറാമിന്റെ പേരിലേക്ക് പാതിരാത്രി വരെ നീണ്ട PB എത്താനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. 2006 PB തീരുമാനം തിരുത്തി പാർട്ടി ചരിത്രത്തിലെ അത്യസാധാരണമായ നീക്കത്തിലൂടെ വി.എസിനെ സ്ഥാനാർത്ഥിയാക്കാൻ കാരാട്ടും വൃന്ദയും മുന്നിൽ നിന്നപ്പോൾ ഒപ്പം സീതാറാമും ഉണ്ടായിരുന്നു. 2011 സമാന സാഹചര്യത്തിൽ മലമ്പുഴ സ്ഥാനാർത്ഥിയെ മാറ്റി വി.എസിനെ തീരുമാനിക്കാൻ മുൻകൈയെടുത്തത് സീതാറാമായിരുന്നു. അന്ന് ബംഗാൾ ഘടകത്തിനൊപ്പം വൃന്ദ കാരാട്ടിന്റെ പിന്തുണയും വി.എസിനൊപ്പമായിരുന്നു. വി.എസ്. അച്യുതാനന്ദനെ കേരളത്തിന്റെ ഫിദൽ കാസ്ട്രോ എന്ന് വിശേഷിപ്പിച്ചാണ് 2016 പിണറായി വിജയനെ കേരള മുഖ്യമന്ത്രിയായി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ചത്. വി.എസിനെ അനുകൂലിക്കുന്നവരെ കൂടി ഒപ്പം നിർത്തുന്നതായിരുന്നു വി.എസിന്റെ സ്വന്തം സീതാറാമിന്റെ കാസ്ട്രോ വിശേഷം. സീതാറാം SFIയിൽ കടന്നു വരുന്ന നാൾ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു വി.എസ്. 1984 32-ാം വയസ്സിൽ സീതാറാം കേന്ദ്ര കമ്മിറ്റിയിലെത്തുമ്പോൾ വി.എസ്. കേന്ദ്ര കമ്മിറ്റിയിലെ തലമുതിർന്ന നേതാവാണ്. 1992 സീതാറാം തയ്യാറാക്കി PB പലതവണ തിരുത്തിയ പ്രത്യയശാസ്ത്ര രേഖയിൽ സീതാറാമിന്റെ ആശയങ്ങൾക്കൊപ്പം ഉറച്ച പിന്തുണ നൽകിയ നേതാക്കളാണ് വി.എസും ബാലാനന്ദനും. ജനകീയ സമരങ്ങളിലൂടെ ഉയർന്നു വന്ന നേതാക്കളുമായി ചേർന്നു നിൽക്കുക എന്നത് സീതാറാമിന്റെ ശീലമായിരുന്നു. നിലപാടുകളിലെ ഐക്യത്തിന് ഇരുവർക്കും ഭാഷ തടസ്സമായില്ല. അത്രമേൽ സൗഹൃദം ഇരുവരും എന്നും സൂക്ഷിച്ചു. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ വി.എസിനെ പിന്നീടും കരുത്തനാക്കി നിർത്തുന്നതിൽ ജനറൽ സെക്രട്ടറി സീതാറാം നൽകിയ പിന്തുണ ചെറുതായിരുന്നില്ല. 2023 ജനുവരി 18 ദേശാഭിമാനി 80-ാം വാർഷികാഘോഷ സമാപനത്തിന് തിരുവനന്തപുരത്തെത്തിയപ്പോഴായിരുന്നു സീതാറാം അവസാനമായി വി.എസിനെ സന്ദർശിച്ചത്. ആശയവിനിമയത്തിന് സാധ്യമായ അവസ്ഥയിലായിരുന്നില്ല അന്ന് വി.എസ്. പാർട്ടിയിൽ നാളെയുടെ പ്രതീക്ഷയായി വി.എസ്. കണ്ട നേതാവ് വി.എസിനു മുമ്പേ യാത്ര പറഞ്ഞു പോകുന്നുവെന്ന യാദൃശ്ചികത ബാക്കിയാകുന്നു. ചരിത്രമായി ഇരുവരുടെയും സൗഹൃദം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18.